എത്ര ഇൻഡെക്സ് മാർക്കുള്ളവർക്കാണ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നത് കോമണായി വരുന്ന ചോദ്യമാണ്. എന്നാൽ ഇത് ആർക്കും ഉറപ്പു പറയാൻ കഴിയില്ല. പകരം കഴിഞ്ഞ വർഷങ്ങളിലെ ഇൻഡെക്സ് മാർക്കുകളുമായി കമ്പയർ ചെയ്ത് ഏകദേശം ഒരു സാധ്യത മാത്രമേ പറയാൻ കഴിയൂ. വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇൻഡെക്സ് മാർക്കുകളിലെ കട്ട് ഓഫ് വരിക. ഈ വർഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളുടെ ശരാശരി മാർക്കുകൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണ് LBSലേക്ക് ആപ്ലിക്കേഷൻ അയച്ചതെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഉയരാനുള്ള സാധ്യതയാണ്. നമ്മുടെ ഇൻഡെക്സ് മാർക്കിന് എത്ര റാങ്ക് ലഭിക്കും എന്നത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. കാരണം ഒരേ ഇൻഡെക്സ് മാർക്ക് നേടിയ കുട്ടികൾക്ക് തന്നെ റാങ്ക് ലിസ്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ ഇൻഡെക്സ് മാർക്കുമുള്ള കുട്ടികൾക്ക് 734 വരെയുള്ള റാങ്കുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം എത്രയൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ഏകദേശ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ LBSന്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അനുസരിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ എത്രയൊക്കെ ഇൻഡെക്സ് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായി വന്നിരിക്കുന്നത്, ഈ വർഷം എത്രയൊക്കെ ഇൻഡെക്സ് മാർക്കിനൊക്കെ ഇവിടെ അഡ്മിഷൻ കിട്ടാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കേരളത്തിൽ ആകെ 14 ഗവൺമെൻറ് കോളേജുകളിലായി ഏകദേശം 1090 ഗവൺമെൻറ് സീറ്റുകളാണുള്ളത്. LBSന്റെ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം 540ഓളം സീറ്റുകളിലേക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റിലെ ഇൻഡെക്സ് മാർക്കുകളുടെ കട്ട് ഓഫ് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം മെയിൻ ക്യാമ്പസ് എന്നിവിടങ്ങളിൽ മുഴുവൻ ഇൻഡെക്സ് മാർക്കുമുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂർ, കോട്ടയം, മലപ്പുറം, തിരുവനന്തപുരം അന്നെക്സ് കോളേജുകളിൽ 299.17 കട്ട് ഓഫ് മാർക്കായി വന്നിരിക്കുന്നത്. എന്നാൽ ഈ വർഷത്തെ സാഹചര്യം അനുസരിച്ച് അത് 300ലേക്ക് ഉയരാനാണ് സാധ്യത. സ്പോട്ട് അഡ്മിഷന്റെ സമയത്ത് ഇൻഡെക്സ് മാർക്കിൽ ചെറിയ കുറവുകളുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയേക്കാം. എങ്കിലും മുഴുവൻ മാർക്കുമുള്ള കുട്ടികൾക്കാണ് കൂടുതൽ സാധ്യത. അടുത്ത വരുന്ന ഒരു കോളേജ് തൃശ്ശൂർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ്. അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 298.3 എങ്കിലും അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റിലെ ആദ്യ അലോട്ട്മെൻറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 300 മാർക്കിനാണ്. അതായത് സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്താണ് 298.3 ഇൻഡെക്സ് ഉള്ള ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഇൻഡെക്സ് മാർക്ക് മുഴുവനുമുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത. ഇനി സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. 252.5 ഇൻഡെക്സിനാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നിട്ടുള്ളത്, അതും 26ാമത്തെ അലോട്ട്മെൻറ്റിൽ. ഈ കോളേജിൽ ആദ്യ അലോട്ട്മെൻറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 296.67 ഇൻഡെക്സ് മാർക്കിനാണ്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നേടിയ മറ്റൊരു കുറഞ്ഞ ഇൻഡെക്സ് മാർക്കാണ് 286.67. ഇത് പത്തനംതിട്ട ഗവൺമെൻറ് കോളേജിലാണ് നടന്നിരിക്കുന്നത്, അതും 19ാമത്തെ അലോട്ട്മെൻറ്റിൽ. 19ാമത്തെ അലോട്ട്മെൻറ്റിൽ 287.5 ഇൻഡെക്സ് മാർക്കിലും മറ്റൊരു അഡ്മിഷൻ നടന്നിട്ടുണ്ട്. എന്നാൽ ആദ്യ അലോട്ട്മെൻറ്റുകളിൽ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 295.84 ഇൻഡെക്സിനാണ്. മറ്റൊരു കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 293.33 ഇടുക്കി ഗവൺമെൻറ് കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നത്, അത് 17ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നടന്നിരിക്കുന്നത്. അവിടെ ആദ്യ അലോട്ട്മെൻറ്റുകൾ സ്റ്റേറ്റ് മെറിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 296.66 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ്. അതുപോലെ പാലക്കാട് 296.66 ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്നതെങ്കിലും ആദ്യ അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്നത് 298.33 ഇൻഡെക്സ് മാർക്കിനാണ്. ആലപ്പുഴയിലും സ്റ്റേറ്റ് മെറിറ്റിലെ ആദ്യ അലോട്ട്മെൻറ്റുകൾ അവസാനിച്ചിരിക്കുന്നത് 298.34 ഇൻഡെക്സ് മാർക്കിനാണ്. എന്നാൽ 17ാമത്തെ അലോട്ട്മെൻറ്റിൽ അവിടെ 296.7 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിക്ക് കൂടി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം ഗവൺമെൻറ് കോളേജിൽ ഏറ്റവും അവസാനം കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 297.50 എന്നാൽ ആദ്യ അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ അവസാനിച്ചത് 299.17 ഇൻഡെക്സ് മാർക്കിനാണ്. അതായത് ആദ്യ അലോട്ട്മെൻറ്റുകളിലെ ഇൻഡെക്സ് മാർക്ക് നോക്കി മാത്രമേ നമ്മുടെ സാധ്യതകൾ വിലയിരുത്താവൂ. സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഇൻഡെക്സ് മാർക്ക് കുറവുള്ളവർക്കും അഡ്മിഷൻ കിട്ടിയേക്കാം, എങ്കിലും അതൊരു ഭാഗ്യ പരീക്ഷണമാണ്. മുഴുവൻ ഇൻഡെക്സ് സ്കോറും ഇല്ലാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാവുന്ന ഗവൺമെൻറ് കോളേജുകളാണ് കൊല്ലം, വയനാട്, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്. LBSൽ നമുക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷൻ വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞാലും ഗവൺമെൻറ് കോളേജുകൾ ഓപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്താണെങ്കിലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയേക്കാം. അടുത്തത് EWS കാറ്റഗറിയിലെ കട്ട് ഓഫ് നോക്കാം. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇടുക്കി 290.01. 294.17 വയനാട്ടിലെയും പത്തനംതിട്ടയിലെയും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം 290 മുകളിൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം EWS കാറ്റഗറിയിൽ നിന്ന് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ വർഷം അത് 292, 293 ഇൻഡെക്സ് മാർക്കുകളിലേക്ക് ഉയരാനാണ് ചാൻസ്.
അടുത്തത് ഈഴവ കാറ്റഗറിയാണ്. ഈഴവ കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 280.83 ഇൻഡെക്സ് മാർക്കാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കാസർഗോഡ് 278.33, പാലക്കാട് 287.50, കണ്ണൂർ 289.17 ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം 290 ഇൻഡെക്സ് മാർക്കിൽ കുറവുള്ള 5 കുട്ടികൾക്ക് മാത്രമാണ് ഈഴവ കാറ്റഗറിയിൽ നിന്ന് ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം 290 ഇൻഡെക്സ് മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈഴവ കാറ്റഗറിയിൽ നിന്ന് ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷന് സാധ്യതയുള്ളത്. മുസ്ലിം കാറ്റഗറിയിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 290.84 ഇൻഡെക്സ് മാർക്കാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മറ്റെല്ലാ ഗവൺമെൻറ് കോളേജുകളിലും 295 ഇൻഡെക്സ് മാർക്കിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 295 ഇൻഡെക്സ് മാർക്കിൽ കുറഞ്ഞ ആകെ 4 അഡ്മിഷൻസ് മാത്രമാണ് കഴിഞ്ഞ വർഷം നടന്നത്. അത് എല്ലാം തന്നെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇടുക്കിയിലാണ് നടന്നിട്ടുള്ളത്. ഈ ഡേറ്റ അനുസരിച്ച് ഈ വർഷം 295 ഇൻഡെക്സ് മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾക്കാവും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഗവൺമെൻറ് സീറ്റ് ലഭിക്കാൻ കൂടുതൽ സാധ്യത. ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടന്ന മറ്റൊരു കാറ്റഗറിയാണ് SC കാറ്റഗറി. SC കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 216.60 ഇൻഡെക്സ് ആണ്. ഇടുക്കിയിൽ 244.16, പത്തനംതിട്ടയിൽ 245, കാസർഗോഡ് 258.34, പാലക്കാട് 261.67 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് 250 ഇൻഡെക്സ് മാർക്കിൽ കുറഞ്ഞ കുട്ടികൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എങ്കിലും അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം 250 ഇൻഡെക്സ് മാർക്കിന് മുകളിലേക്കുള്ള കുട്ടികൾക്കായിരിക്കും SC കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ കൂടുതൽ സാധ്യത. അടുത്തത് LC കാറ്റഗറിയാണ്. LC കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 265.84 ഇൻഡെക്സ് മാർക്കാണ്. പത്തനംതിട്ടയിൽ 284.17, പാലക്കാട് 291.67, വയനാട് 293.30 ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 295 ഇൻഡെക്സ് മാർക്കിന് കുറവുള്ള 5 അഡ്മിഷൻസാണ് LC കാറ്റഗറിയിൽ നിന്ന് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം 295 ഇൻഡെക്സ് മാർക്കിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷന് കൂടുതൽ സാധ്യത. BH കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നത് 254.17 ഇൻഡെക്സ് മാർക്കാണ്. ഇടുക്കിയിൽ അത് 261.66, പാലക്കാട് 264.17. കഴിഞ്ഞ വർഷം 290 ഇൻഡെക്സ് മാർക്കിൽ താഴെയുള്ള 3 കുട്ടികൾക്ക് മാത്രമാണ് ഗവൺമെൻറ് സീറ്റിലേക്ക് BH കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 290 ഇൻഡെക്സ് മാർക്കിൽ കൂടുതലുള്ള കുട്ടികൾക്കായിരിക്കും BH കാറ്റഗറിയിൽ നിന്ന് ഈ വർഷവും അഡ്മിഷന് കൂടുതൽ സാധ്യത. അടുത്തത് VK കാറ്റഗറിയാണ്. എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും VK കാറ്റഗറിയിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഉയർന്ന ഇൻഡെക്സ് സ്കോറിലാണ്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോറായി വന്നിരിക്കുന്നത് 292.5. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. തുടർന്നുള്ള എല്ലാ കോളേജുകളിലും 295 ഇൻഡെക്സ് സ്കോറിന് മുകളിലുള്ള കുട്ടികൾക്കാണ് VK കാറ്റഗറിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിലും എല്ലാ കോളേജുകളിലും ഉയർന്ന ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 294.17. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ടയിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മറ്റുള്ള എല്ലാ കോളേജുകളിലും 295 മുകളിലേക്കാണ് BXൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതായത് 295 ഇൻഡെക്സ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്കായിരിക്കും VK കാറ്റഗറിയിൽ നിന്നും BX കാറ്റഗറിയിൽ നിന്നും ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അടുത്തത് ധീവര കാറ്റഗറിയാണ്. ധീവര കാറ്റഗറിയിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 250.01 ഇൻഡെക്സ് മാർക്കാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാടാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അത് 264.17 ആണ്. പാലക്കാട് 267.49, കാസർഗോഡ് 273.34, ഇടുക്കി 280, കോഴിക്കോട് 283.34 ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. KU കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 232.50 ഇൻഡെക്സ് മാർക്കാണ്. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂരിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കോഴിക്കോട് 258.33, ഇടുക്കി 262.50, തിരുവനന്തപുരം NX ക്യാമ്പസിൽ 268.34, എറണാകുളം 275.83, തിരുവനന്തപുരം മെയിൻ ക്യാമ്പസിൽ 276.67 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
അടുത്തത് ST കാറ്റഗറിയാണ്. ST കാറ്റഗറിയിൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. STയിൽ നിന്ന് ഗവൺമെൻറ് സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിച്ച ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 201.67 ആണ്. തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ മെയിൻ ക്യാമ്പസിലാണ് ഈ അഡ്മിഷൻ നടന്നിട്ടുള്ളത്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 210, പാലക്കാട് 235, കാസർഗോഡ് 240.84, തിരുവനന്തപുരം 241.67, ആലപ്പുഴ 256.66, വയനാട് 265.83 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലാണ് ഈ കോളേജുകളിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് KN കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ വളരെ കുറച്ച് അഡ്മിഷൻസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നിരിക്കുന്നത് 212.5. പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇടുക്കിയിലും വയനാട്ടിലും 265 ഇൻഡെക്സ് മാർക്കിനാണ് KN കാറ്റഗറിയിലെ അഡ്മിഷൻ നടന്നത്. പാലക്കാട് 287.5, തിരുവനന്തപുരം ക്യാമ്പസുകളിൽ 294.16, 290 എന്നീ നിലകളിൽ അഡ്മിഷൻ നടന്നു. കോട്ടയത്ത് 295, എറണാകുളത്ത് 296.66, കോഴിക്കോട് 296.67 ഇൻഡെക്സ് മാർക്കുകളിലാണ് ഈ വിഭാഗത്തിലെ അഡ്മിഷനുകൾ നടന്നിരിക്കുന്നത്. PWD കാറ്റഗറിയിൽ നിന്ന് ആകെ 5 അഡ്മിഷൻസാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കായി വന്നത് 190.84, 194.17, 195 എന്നീ കുറഞ്ഞ ഇൻഡെക്സ് സ്കോറുകളിലും ഈ വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിൽ ഗവൺമെൻറ് സീറ്റിലേക്ക് 2 അഡ്മിഷനുകളാണ് നടന്നിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 260.83 ഇൻഡെക്സ് മാർക്കിനും, അടുത്തത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴയിൽ 256.67 ഇൻഡെക്സ് മാർക്കിനുമാണ് ഈ അഡ്മിഷൻസ് നടന്നത്. ഗവൺമെൻറ് സീറ്റിലേക്ക് NCC കോട്ടയിൽ നിന്ന് 3 അഡ്മിഷൻസാണ് നടന്നത്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂരിൽ 281.67 ഇൻഡെക്സ് മാർക്കിനും, തിരുവനന്തപുരം മെയിൻ ക്യാമ്പസിൽ 263.33 ഇൻഡെക്സിനും, കോഴിക്കോട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 234.17 ഇൻഡെക്സ് മാർക്കിനുമാണ് ഈ അഡ്മിഷൻസ് നടന്നത്. ഓരോ വിഭാഗത്തിൽ നിന്നും അഡ്മിഷൻ ലഭിക്കാവുന്ന ഇൻഡെക്സ് സ്കോറുകളുടെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.